ഹായ്. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നു. വീഡിയോ എന്താണെന്ന് അറിയാം, പല പ്രാവശ്യം എല്ലാവരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാണ് ഫസ്റ്റ് സീസണിലെ ബഷീർ അവൻ 2 പെണ്ണ് കെട്ടിയിട്ടുണ്ടല്ലോ, 2 പെണ്ണ്. അപ്പോൾ നമ്മളെ അവൻ ഇളയ ഭാര്യയും കൊണ്ടിട്ട് എവിടെയെൻ്റെ ടൂർ എവിടെയെൻ്റെ പോയിട്ടുണ്ട്. അപ്പം മൂത്ത ഭാര്യ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് അവർ ഇവിടെ ഇല്ല, പുറത്തേക്ക് അവർ രണ്ടുപേരും പോയിരിക്കുകയാണ്, ഞാനും എൻ്റെ മക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പ്ലാൻ, പക്കാ പ്ലാൻ, അവരുടെ റീച്ച് കിട്ടാക്കാണ്ടി ഇവരെല്ലാവരും ഒന്നാണ്. ഒറ്റ കെട്ടാൻ നിങ്ങൾ എന്ത് വിചാരിച്ചു ഇവരെല്ലാവരും ഒന്നാണ്. അവർ നിസ്സാരക്കാർ എന്തെങ്കിലും പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാളത് വീഡിയോ എടുത്ത് വലിയ കാര്യമായിട്ട് അത് പോകും. അപ്പോൾ അവർക്ക് ആ റീച്ച് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളാണ് അവരെ റീച്ച് ആക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവർക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരതിനകത്ത് വന്ന് പറയും. വ്യക്തമായിട്ട് പറയാനടുത്ത് നിങ്ങൾ വീഡിയോ അവർക്ക് വെറുതെ നിങ്ങൾ എന്തിനാ റീച്ച് ഉണ്ടാക്കി കൊടുക്കണേ? നമ്മളാണ് മണ്ടന്മാരാവണേ, അവരല്ല. അവരെല്ലാം പക്ക പ്ലാനോടി എല്ലാം പ്ലാൻ വെച്ച് ഒவ்வொரு വീഡിയോ ഇറക്കണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങ് പോയി വീഡിയോ ഇച്ചിരി റീച്ചാവും ഇച്ചിരി കൂടി ഇതാവും. അപ്പോൾ എന്തായി നമുക്ക് കാണാനുള്ള ഇവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ എന്താ നമ്മളാണ് അവരെ എന്താക്കണോ റീച്ചാക്കി കൊടുക്കണം. അപ്പം നമ്മളാണ് ശ്രദ്ധയോട് ഇരിക്കണം. നമ്മൾ അതിന് പകരം അവരെ വീഡിയോ കണ്ടോ കാണുന്നതിനോട് കുഴപ്പമില്ലല്ലോ അല്ലേ, പൈസ മുടക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ കണ്ടിട്ട് നമ്മൾ വരാം, അവർ തമ്മിൽ വന്ന് പറയാൻ നേരത്ത് നമ്മൾ പ്രതികരിക്കുക. അതിന് മുമ്പ് നമ്മൾ എന്തിനാ പോയി അവർക്ക് റീച്ച്? എനിക്ക് തോന്നുന്നു ഇവരുടെ പ്ലാനാണ്, വേറെ ഒന്നുമില്ല. എന്നാണെന്നറിയാമോ, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനത്തെ ഒരു ഇതല്ലോ, 2 ഭാര്യ കെട്ടി അവർക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് എല്ലാ കാര്യമാണ് പോയിട്ട് ഇവരിവിടെ നിന്ന് വീഡിയോ ഇടും. എന്നിട്ട് കുറച്ച് റീച്ചും കിട്ടും. ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കപ്പെടും. മനസ്സിലാക്കണ്ടോ നിങ്ങൾ? നമ്മളാണ് മുകളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ എന്തിനാ? നമ്മളാണ് ഉഷാറായിട്ടിരിക്കുന്നത്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, അവരല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണ് ശ്രദ്ധിക്കുന്നത്. പല പ്രാവശ്യം എടുത്തെടുത്ത് പോയി അവരല്ല, നമ്മളാണ്. അവരെല്ലാവരും പക്ക പ്ലാനോടി പോകണം. നമ്മളെ വെച്ച് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണമെന്ന് നോക്കണം. നിങ്ങൾ ശ്രദ്ധിക്കാൻ ആര് പറ്റിക്കരുത്. എന്തിനാ? അവരവരുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം. അവരങ്ങനെ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ മീഡിയയിൽ വന്ന് പറയില്ലോ, ഞങ്ങൾക്ക് ഈ ജീവിതം പറ്റില്ല, ഞങ്ങളെങ്ങനെ ഡൈവേഴ്സ് ആകുമ്പോൾ പറയില്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. നമ്മളതിന് മുമ്പ് ഇവരിങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കും. നമ്മളെന്താ പറഞ്ഞും പറയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ അതിനകത്ത് കയറി പിടിക്കും. അപ്പം അവരങ്ങ് പൊങ്ങിപ്പോവും, നമ്മളങ്ങ് താന്ന് പോകും. എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മുടെ വഴിക്ക് പോട്ടെ. അവർക്ക് എന്താണോ തോന്നുന്നത് അവർ ചെയ്യട്ടെ. എന്നാൽ 2 പെണ്ണെ കെട്ടി അവനക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അത് ചെയ്തോട്ടെ. അവർക്ക് 2 ഭാര്യമാർക്ക് അറിയാൻ പാടില്ല. 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞേ അവരവരുടെ വഴിക്ക് വിടാം, നമ്മൾ നമ്മുടെ വഴിക്ക് പോകാം. ഇനിയും കെട്ടാനുള്ള ആൾക്കാരനെ കിട്ടട്ടെ, റീച്ച് ഉണ്ടാക്കട്ടെ, നമുക്കെന്താ കുഴപ്പം? അത് കാരണം ദൈവം പോകരുത്. നമ്മളെപ്പോഴും ആൾക്കാരാണ് അവരുടെ മുകളിൽ കയറ്റി വിടേണ്ടത്. മനസ്സിലാവണ്ടോ? പിന്നെ ഞാൻ പറയണ്ടേ, മനസ്സിലാവണ്ടോ? നമ്മുടെ ആ പാകം പോലെ തിരിഞ്ഞ് നോക്കരുത്. പിന്നെ അവർ മര്യാദയ്ക്ക് ഇരുന്നോളും. നമ്മളും അവരുടെ ഭാഗത്തേക്ക് പോകില്ലെന്ന് അവർ ഇരുന്നോളും. അവരായിട്ട് വന്ന് പറയില്ലോ, പ്രശ്നം എന്താണെന്ന് പറയില്ല. അപ്പോൾ നമുക്ക് തീർക്കാം.